നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ വീണ്ടും കളിക്കാൻ ഇറങ്ങിയാണ്. എതിരാളികൾ മയോർക്കയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 മയോർക്കയുടെ മൈതാനത്താണ് ആ കളി നടക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാലിഗയിൽ അത്ര മികച്ച രൂപത്തിലല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രകടനം ഇന്ന് നടത്തേണ്ടതുണ്ട്. അതേസമയം ബാഴ്സക്ക് ഡാനി ഓൾമോയുടെ കാര്യത്തിൽ പണി കിട്ടി എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. കാറ്റലോണിയ റേഡിയോയിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയിലൊക്കെ ഇത് വളരെ വലിയ രൂപത്തിൽ അവർ എടുത്തു പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഡാനി ഓൾമോ ഒരു ഇഞ്ചുറി പ്രോണാണ്. അദ്ദേഹത്തിനെ കഴിഞ്ഞ മത്സരത്തിൽ കളിപ്പിച്ചിരുന്നില്ല. ലാസ് പാൽമാസിനെതിരെയുള്ള മത്സരത്തിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഈ മത്സരം അദ്ദേഹത്തെ കളിപ്പിച്ചേക്കും, മയോർക്കെതിരെയുള്ള മത്സരം. എന്നാലും ആഴ്ചയിൽ 3 മത്സരങ്ങൾ കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഇപ്പോൾ നിരീക്ഷണം. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ബാഴ്സലോണ ഡാനി ഓൾമോയുടെ കാര്യത്തിൽ വറീഡാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി റിസ്ക് അത് വളരെയധികം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ലാസ് പാൽമാസിനെതിരെ അദ്ദേഹം കളിച്ചിരുന്നില്ല. മസ്കുലർ ഫ്രെജിലിറ്റി കാരണം ആഴ്ചയിൽ 3 മത്സരങ്ങൾ കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് എന്നാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന ക്ലബിൽ അദ്ദേഹത്തെ ഒരിക്കൽ പോലും അവർ ഒരു തവണ മാത്രമാണ് ഒരാഴ്ചയിൽ 3 മത്സരങ്ങൾ കളിപ്പിച്ചത്. അതായത് അദ്ദേഹം ലീപ്സിഗിലായിരുന്നു. ഓൺലി വൺസ് ആണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ തുടർച്ചയായി ഒരാഴ്ചയിൽ 3 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പം നിരീക്ഷിക്കുന്നത്. അപ്പം ഇതിൽ കാര്യം വളരെ വ്യക്തമാണ്. ഇഞ്ചുറി പ്രോണാണ്. അദ്ദേഹത്തെ വളരെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ പണമൊക്കെ കൊടുത്ത് കൊണ്ടുവന്നൊരു താരം, എന്നിട്ട് വേണ്ട വിധത്തിൽ ക്രൂഷ്യൽ മത്സരങ്ങളിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. പണി കിട്ടിയോ ബാഴ്സക്ക് എന്നാണിപ്പോൾ കാറ്റലോണിയ റേഡിയോയിലെ ചർച്ചയിലടക്കം അവർ ചോദിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ വരാം.